പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥരെ ഞാൻ മക്കളുടെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ
യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിന്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, പങ്ക് കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണത് എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെൻറ്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ ടു എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷേ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയ അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും.
പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാ? മറിയമാണ്. ആ കനായിലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. പരിശുദ്ധമായ ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുന്നതിനു വേണ്ടി എന്നെ ഉയർത്തിയതിന് ദൈവമാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 2019 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷൈനി, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഇതെൻ്റെ മകൾ ദിവ്യ, സൈക്കോളജിസ്റ്റാണ്. 2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെയും മുൻ സാക്ഷ്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളിലൂടെ പോയപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2022 ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ ഇത് 11ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വെറുതെ അനുഭവം മാത്രമല്ല, ഒരു അനുഭൂതിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരു പക്ഷേ കഴിഞ്ഞ ഉടമ്പടികളിലൊന്നും തന്നെ ഞാൻ നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങൾ വയ്ക്കാറില്ല. ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ മാത്രമാണ് കൂടുതലും അതിൽ രേഖപ്പെടുത്താറുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും നിയോഗമായിട്ട് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വളരെയധികം നന്നായിട്ട് തന്നെ അനുഭവയോഗ്യമാക്കി തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിലൊന്ന് എൻ്റെ മകൾ, മൂത്ത മകൾ, അവളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ ആവശ്യകതയിൽ ഒന്ന് അവളുടെ PhD ആയിരുന്നു. അവൾ MSc ഫിസിക്സ് കഴിഞ്ഞതാണ്. PhD അവൾക്ക് അടുത്ത കാലത്ത് വിചാരിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗസാക്ഷ്യം എന്ന് പറയാനുള്ളത്. അവളിവിടെ വന്നിരുന്നു, പക്ഷേ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഈ അൾത്താരയിൽ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മകൾ, ഇവൾക്ക് MSc സൈക്കോളജി കഴിഞ്ഞ് ഉടൻ തന്നെ താൽക്കാലികമായി ജോലി ലഭിച്ചെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ PhDയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അവൾ സംസാരിച്ചോളും. എന്തായാലും ആ ജോലി നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓരോ ദിവസവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ്, പക്ഷേ എല്ലാം ഒന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചത് അനുഭവം എന്തെങ്കിലും എൻ്റേതായിട്ടുണ്ടായതെന്ന് എനിക്ക് പറയാനില്ല. എല്ലാം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ
മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവികമായ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ആക്സിഡൻറ്റ് പറ്റി അവൾ ഒരു വർഷത്തോളം അതുമായി ബുദ്ധിമുട്ടുകയായിരുന്നു. അവൾക്ക് നടന്നു പോയി, ഞങ്ങളുടെ സ്കൂളിലാണ്, സ്കൂളിൽ നിന്ന് മുകൾ വശത്ത് നിന്ന് നടന്ന് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമൊന്നും എനിക്കതങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയില്ല, ജസ്റ്റ് ഞാൻ പറയുകയേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് കാലിന് വയ്യാതായി, കാല് ഉളുക്കിപ്പോയതോ എന്തോ ആണ്, കുറേ ഒടിഞ്ഞു പോകുന്ന സംതിങ്, എന്തായാലും അവൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷെ ഞാൻ അതിലും പ്രത്യേകിച്ചൊന്നും പറയാതെ എൻ്റെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊന്ന് ചേർത്തത് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് എൻ്റെ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ വളരെ വേഗം എൻ്റെ തൈലം കൊണ്ടുപോയിട്ട് അവർക്ക് പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇവർക്ക് ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്തില്ല, എനിക്കങ്ങനെ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈക്കൊരു വേദന വരുന്നു, ലെഫ്റ്റ് കൈ, ഈ കൈക്കൊരു വേദന വരുന്നു. അതുപോലെ ചെറിയ നടുവേദന, എനിക്ക് സാധാരണ നടുവേദനയൊന്നും ഉണ്ടാവാറില്ല. ഈ 2 വേദന വരുമ്പോൾ ഞാനത് രോഗമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പകരം അതെനിക്ക് എന്തോ ഒരു സൂചനയാണെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയത്. ഉടനെ തന്നെ ഞാനത് ഓർമ്മിച്ചു. എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്തിന് സ്ഥിരമായിട്ട് ഡിസ്ക്, സ്കൂട്ടി തന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വേദനയാണ്. അതെന്നും പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് തൈലമൊന്നും തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവളുടെ കാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഉടനടി തന്നെ ഞാൻ അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയല്ലേ, ഇന്നെടുത്ത് കൃത്യമായിട്ടൊന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ നടുവിന് ഞാൻ തൈലം പുരട്ടുകയും പിറ്റീട് തൊട്ടടുത്ത ദിവസം അവളുടെ കാലിന് പോയിട്ട് ഞാൻ എൻ്റെ തൈലം അവളുടെ പാദങ്ങളിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. അവരുടെ വരാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും ആ തൈലത്തിൻ്റെ ഒരു ഉപയോഗം എനിക്കത് പറയാതിരിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ അത് ചെയ്തതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്നൊരു കാലത്ത് നമുക്കതിന് സാധിക്കുമെന്ന് പറയാം. 1 മാസത്തിനിടയിൽ അവർക്ക് സൗഖ്യം പ്രാപിച്ചവർ ഭക്ഷണം കഴിക്കാൻ നടന്നു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തൈലത്തിൻ്റെ, എൻ്റെ തൈലം ഉപയോഗിച്ചതുകൊണ്ടുള്ള ഫലം എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ സുഹൃത്തിനും അതുപോലെ തന്നെ ചെയ്തു. അവരും 1 വർഷത്തോളം നടക്കാതിരുന്ന ആൾ പിന്നീട് സുഖമായിട്ട് നടക്കുന്ന രീതിയിലേക്ക് തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ അമ്മയുടെ തിരുത്തൈലം കൊണ്ട് സാധ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാലിന്, അതുകൂടെ ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ വേഗം പറയാം. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്നും പറയുന്നില്ല. എൻ്റെ കാലിന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തട്ടി ഞാനങ്ങ് വീണു എന്ന് പറഞ്ഞാൽ നല്ലോണം വീണില്ല. പക്ഷേ സിമെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടതുകൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പക്ഷെ ഞാനത് അത്ര എൻ്റെ മുറിവുകളൊന്നും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ മുറിവ് കുറച്ച് ഉള്ളതാണ്. പക്ഷേ അതിനെ ഞാനൊന്നും കളഞ്ഞിരുന്നില്ല, അത് അത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ 1 മാസമായിട്ടും എൻ്റെ ആ മുറിവ് ഉണങ്ങിപ്പോകാതിരുന്ന ഒരു ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ഇത് വേഗം കൊണ്ട് ആസ്പത്രിയിൽ കാണിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം ഒന്നും കൂടി കണ്ടത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 വട്ടത്തിൽ അത് ചൊറിഞ്ഞ് വരുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. ആഴം അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് മോള് പറയുമ്പോഴും ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ തൈലം ഇന്ന് പുരട്ടുകയാണ്, നാളെ ഇത് ഞാൻ പുരട്ടിയാൽ ആസ്പത്രിയിൽ പോകാനുള്ള ഇടയുണ്ടാവരുത്, എനിക്കിത് കരിഞ്ഞു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ചൊറിയുന്ന ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോകണമെന്ന് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക്, മുറിവ് ഉണങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എൻ്റെ സാക്ഷ്യമായിട്ട്, തൈലത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെയും കിട്ടിയ ഉടനെ തന്നെ ആർക്കൊക്കെയാണോ അവർക്കൊക്കെയും ഞാൻ കൊടുക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ 1-2 എണ്ണം സൂക്ഷിച്ച് വെക്കും. ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നുന്ന ചിലരുണ്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പത്രങ്ങൾ സൂക്ഷിച്ച് വെക്കും, അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള വരുന്ന എല്ലാ ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്തും. അത് അനിവാര്യമാണ്, ഇന്നൊരാൾക്ക് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും തന്നെ ഞാൻ അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള സൗഖ്യങ്ങളും എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ എനിക്ക് ആ സുഖം അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തു തന്നെയുള്ള പ്രദേശങ്ങളിലുള്ള അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളെ പിന്നെ
അതായത് ഡിസബിലിറ്റി ആയിരിക്കുന്ന മക്കളെ നോക്കുന്ന സെൻറ്ററുകളുണ്ട്. അവിടെയൊക്കെ പോവുകയും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അവരോടൊപ്പം കുറച്ച് സമയം കളിക്കും. ഇങ്ങനെയുള്ളൊരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ അങ്ങനെ കണ്ടെത്താറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ, എൻ്റെ അടുത്തുള്ള വൃദ്ധസദന അമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് ഏതെങ്കിലും പോകുന്ന വഴിയോരങ്ങളിൽ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണെങ്കിൽ, കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ അധികമൊന്നും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചെറിയ തൊട്ട് കൊടുക്കും എന്നല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം എൻ്റെ കണ്ണുകൾ വെറുതെ, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെറുതെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് പോവുക. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആപ്റ്റാതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അവരുടെ അടുത്ത് പോയി എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ ഇനി പൈസ കൊണ്ടാണോ എങ്ങനെയാണോ അവരെ സഹായിക്കേണ്ടത് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് സമയം ഞാൻ മകൾക്കും കൂടി അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദിവ്യ. നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ 2025 ഏപ്രിൽ 25 ആദ്യം ഓൺലൈൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈൻ ഉടമ്പടി ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തീക്ഷ്ണമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെയായിരുന്നു. ഏപ്രിൽ 25 വെച്ച് മെയ് 1.5 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ PhDക്ക് വേണ്ടിയിട്ടും എനിക്കൊരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ്, ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗസ്റ്റായിട്ടായിരുന്നു. അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ, യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെയും ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1.5 മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് വരികയും ജൂൺ 1 തന്നെ ജോയിൻ ആവണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു, അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ജൂൺ 1 ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ നിൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി. അതായത് അപ്പോയിൻമെൻറ്റിൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടും ക്യാൻസലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 0 മെറിറ്റ് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ജോബും ഇല്ല. ഒരു 3 മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ PhDൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു PhDൻ്റെ എൻട്രൻസ് എക്സാം വന്നു. ഞാൻ പാസ്സായി, മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ പാസ്സായി. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പൊതുവേ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ 1% പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ ഞാൻ സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആയിരുന്നു എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെയായിരുന്നു കിട്ടിയത്. അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് HOD എന്നെ വിളിക്കുകയാണ്. അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ്, ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണ്ട, അഡ്മിഷൻ ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പിന്നീട് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല. കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള, അതായത് ഒരാൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം, എപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം. ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ആ സമയത്ത് PhD എനിക്ക് വേണമായിരുന്നു എന്ന്. പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും. ഭയങ്കര ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ ഞാൻ അവിടുന്ന് എനിക്ക്
അത് എങ്ങനെയോ നാച്ചുറലി റിമൂവ് ആയി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേ ഇല്ല. ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത്. പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത്. കാരണം ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, പോലീസിനോട് ഞാനിത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു. അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ, മുസൽമാൻ, ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത്. ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണോ എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ മാതാവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു. കാരണം അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ്. എത്രയോ പ്രായം 75-80 തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അവിടെ നിന്ന് ഒരു ഉപ്പൂപ്പാന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പൂപ്പ ബാക്കി മാതാവിനെ പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിനെ എതിരായിട്ട് ഞാൻ പറയില്ല. കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിൽ, ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ്, 10 മിനിറ്റിനുള്ളിൽ നിനക്കൊരു ജോബ്, ഒരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മെസ്സേജ് ഇങ്ങനെ ഗട്ട് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ വന്നു. അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന്. 3-4 ദിവസത്തിനുള്ളിൽ പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. കാരണം എല്ലാവരും ഇതുപോലെ പറയും, അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൊള്ളൂ. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം 2:30 ഇൻ്റർവ്യൂ വെക്കാമെന്നാണ്. ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൈക്കോളജിസ്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. ഇപ്പം 3-3.5 മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. ബാക്കിയുള്ള കൊളീഗ്സും എൻ്റെതും വെച്ച് നോക്കുമ്പോൾ, അതായത് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് വേറിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മേ ബി എനിക്ക് 0, എൻ്റെ എലിജിബിലിറ്റി അല്ല എന്നുള്ള സമയത്ത് പോലും ഞാൻ മാതാവിനെ പ്രഘോഷിക്കുമായിരുന്നു ചെയ്തത്. ഞാൻ ഒരു രീതിയിൽ പോലും ഞാൻ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ട് അവർ പറഞ്ഞത് ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് ദിവ്യ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഭക്തിമൂത്ത് പ്രാന്തായി എന്ന് മാത്രം പറയിക്കരുത്, ജീവനുള്ള ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൽ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ അതേ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു. ഞാൻ എക്സാക്ട്ലി ഇതേ രൂപമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് സാക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി. നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ജോബ് കിട്ടി. രോഗസൗഖ്യം ഉണ്ടായിരുന്നു. ഒരുപാട് രോഗസൗഖ്യം തൈലം ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറയണമെങ്കിൽ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു മുന്നേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം
കൂടുതൽ കൂടുതൽ തീക്ഷ്ണമായിരുന്നു. ബ്ലഡ് ഡൊണേഷന് പിന്നെ എൻ്റെ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീരിയാട്രിക് കെയർ, പാലിയേറ്റീവ് കെയർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും പോയി ന്യൂസ് പേപ്പർ, തുണി, ഡ്രസ്സ്, പൈസ, ഫുഡ്, എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് എന്താണ് ആവശ്യം അത് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. തിരുകുമാരനും മാതാവിനോടും 1000 നന്ദി പറയുന്നു. കൊന്ത ഞാൻ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അല്ലെങ്കിൽ പാട്ട് നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുമായിരുന്നു. പക്ഷേ ഇത് 24 മണിക്കൂറും ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവമായ വൈദ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു സത്യം ആരും മറക്കരുത്. ആ ദൈവത്തിലൂടേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയിലൂടെ അമ്മ മാതാവിലൂടെ തിരുകുമാരനിലേക്ക് ആ വഴിയാണല്ലോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത്. എൻ്റെ ചേച്ചി, മാതാവ്, പിന്നെ എൻ്റെ ഈ മാതാവിനെ കൂടെ ഞാൻ അറിഞ്ഞു. ഏറ്റവും രോഗം ഉണ്ടാകുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ ക്യൂർ ആവാൻ അത്രയും പെട്ടെന്ന് പറ്റത്തില്ല എന്ന്. പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിലേക്കുള്ളൊരു ഒരു ക്ലാരിറ്റി കിട്ടിയത്, സമ്പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഹീലായത്. അതിലൂടെയാണ് ഞാൻ ബൈബിള് വായനയും ഒരു വട്ടം വായിച്ചു തീർത്തു. ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിനോട് 1000 നന്ദി. ലവ് യു. അവിടത്തേക്ക് സമർപ്പിക്കുവേൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 Peter 5:7. ആദ്യത്തെ ശിഷ്യനായ പത്രോസ്ലിഹ എഴുതി വെച്ചിരുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുവേൻ എന്നാണ്. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും കരങ്ങളിലേക്ക് നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോഴാണ് ഈശോയും അമ്മയും അത് ഏറ്റെടുത്ത് നമ്മൾക്ക് നടത്തി തരുന്നത്. ഷൈനിയും മകൾ ദിവ്യയുടെയും ഒരു നല്ലൊരു ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. അക്രൈസ്തവരായ ഈ മക്കളുടെ വലിയൊരു ദൈവാനുഭവമാണ് ഈ മക്കൾ ഇവിടുത്തെ സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഉത്കണ്ഠകളും മാറ്റി ഇവർക്കൊരു നല്ല ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു നല്ല മക്കളായിട്ടാണ്. ആദ്യം പറഞ്ഞതുപോലെ ഷൈനിയുടെ 11ാമത്തെ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കലാണ്. അത് തന്നെ അറിയാം അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ആഴം. ഈശോയുടെ അമ്മയുടെയും കൂടെ ചേർന്ന് നിന്ന് ഇവർ നടത്തിയ ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ആഴവും ആ ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മക്കളുടെ പഠിത്തത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. PhD മൂത്ത മകൾക്ക് 2 മകൾക്കും 2ാമത്തെ മകൾക്കും വേണ്ടി പഠിത്തവും ഒരു ജോലിയുമായിരുന്നു. ഈ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഈശോയും അമ്മയും അവരുടെ പ്രാർത്ഥന ജീവിതത്തിലൂടെ അവരാഴമായ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ് ഇവർ എല്ലാ കാര്യവും ചെയ്തിരുന്നത്. ഉടമ്പടി ജീവിതത്തിൽ 2 മക്കളെയും ഈ അമ്മ ആണ് ഈ ആലയത്തിൽ വരുവാനും ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് നയിക്കുവാനും ഇവിടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് കൊടുക്കാനും തീഷ്ണത കൊടുക്കുവാനും ഇവരെ സഹായിച്ചത്. ഈ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവരുടെ പ്രാർത്ഥന ഈശോയും അമ്മയും കേട്ടത്. ഈ മകൾ പറഞ്ഞതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഒരു വലിയ കാര്യം. ഒരു മെറിറ്റും ഇല്ലാതെ പോയപ്പോൾ 0 മെറിറ്റിലായിരുന്നപ്പോഴും ഈ മകൾ ഉടമ്പടി ജീവിതം കൈവിടാതെ ഈശോയും അമ്മയും കൈവിടാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴും ഈ മകൾ പറഞ്ഞത് ഡിസബിലിറ്റിക്കാരുടെ ഇതിൽ അവരുടെ കൂടെ ചെന്ന് അവരോട് കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഒരു അനുഭവമാണ് മോൾ പറഞ്ഞത്. ആ സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ഒരു വിശേഷവിധിയായിട്ട് അച്ഛനെപ്പോഴും പറയും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സങ്കടപ്പെട്ട നിമിഷവും ഈശോയെ കൈവിടാതെ അമ്മയുടെ കരങ്ങൾ കൈവിടാതെ വീണ്ടും ആ പ്രേക്ഷിത പ്രവർത്തനം ഈശോയെ അമ്മയെ പറ്റി പറയുന്നത് ആ നിരാശപ്പെട്ട നിമിഷത്തിൽ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള കിട്ടിയ ഒരു വലിയൊരു ചൈതന്യമാണ്. ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും പിറ്റേന്ന് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും പിന്നീട് വന്ന അമ്മയുടെ സാന്നിധ്യം അമ്മ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അമ്മ കൈവിട്ടിട്ടില്ല, അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന സുഗന്ധാഭിഷേകത്തിൽ മുല്ലപ്പൂവിൻ്റെ ആ ഫ്രേഗ്രൻസിലാണ് അമ്മയുടെ സാന്നിധ്യം ഈ മോൾക്ക് പറഞ്ഞു കൊടുത്തത്. മോളെ നീ നിരാശപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള അമ്മയുടെ ആ സാന്നിധ്യമാണ് ആ ഫ്രേഗ്രൻസിൽ കൂടെ ഈ മോൾക്ക് കൊടുത്തത്. പിന്നീടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് സൈക്കോളജിസ്റ്റായിട്ട് ജോലി നിയമനം ലഭിക്കുന്നത്.
പിന്നീട് മോളി പറഞ്ഞത് ഒരു വലിയ ഉടമ്പടി ജീവിതത്തിൽ വന്നപ്പോൾ ഒരു നല്ലൊരു തീഷ്ണതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ. ബ്ലഡ് ഡൊണേഷനും ഓർഗൻ ഡൊണേഷനും ഒക്കെ ഇപ്പം തന്നെ എഴുതി കൊടുത്തിരിക്കുകയാണ്. എല്ലാം മാതാവ് തന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്ന എല്ലാ മെറിറ്റും പോയപ്പോഴും ഈശോ അമ്മയും മുറുക്കെ പിടിച്ചുള്ളൊരു ഉടമ്പടി ജീവിതമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സോ മോള് പറഞ്ഞ ദിവ്യ പറഞ്ഞത് ഇത് നോട്ട് മെറിറ്റ് അല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ കാരണമാണ് ഈ ജോലി ലഭിച്ചതും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുവെന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഉത്കണ്ഠകളുടെയും പ്രശ്നങ്ങളുടെയും നിമിഷങ്ങളിൽ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ കൈവിടാതെ നമുക്ക് മുറുക്കെ പിടിക്കാം. കർത്താവ് തുറക്കുന്ന വഴി ആർക്കും അടയ്ക്കുവാനോ കർത്താവ് അടയ്ക്കുന്ന വഴി ആർക്കും തുറക്കുവാനോ സാധിക്കുകയില്ല എന്നാണ് യെശയ്യാ പ്രവാചകൻ 22:22 നമ്മൾ പറഞ്ഞത് കേട്ടത്. കർത്താവാണ് നമ്മുടെ ഇടയൻ. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുള്ളപ്പോൾ ഒന്നിനും നമുക്ക് കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനൻ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നിനും കുറവുണ്ടാവില്ല, ഒന്നും മുട്ടുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമുക്കും ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ വിടാതെ ചേർത്ത് പിടിച്ച് ഒട്ടി നിന്ന് നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഷൈനിക്കും ദിവ്യയ്ക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കൃപാസന പ്രസാദ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഉയർത്തതിന് ആദ്യം തന്നെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ് ഈ നിമിഷം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂർ ചേലാമറ്റം. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ. എൻ്റെ രൂപത വിജയപുരം കോട്ടയം. എനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വളർച്ചയും ഉടമ്പടിയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അത് 10 വർഷത്തിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒച്ചത്തിൽ ശബ്ദം, അല്ലെങ്കിൽ ശബ്ദം ചെറിയ രീതിയിലാണെങ്കിലും കേൾക്കുമ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത കാരണമാണ് ചില സമയങ്ങളൊക്കെ ഭിത്തിമയൊക്കെ തലയൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ആ ഒരു പെയിൻ റിലീവ് ആവാൻ വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുവായിട്ടുള്ള നമ്മുടെ വിശുദ്ധ തൈലം അമ്മയാണ് എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വിശുദ്ധിയോടുകൂടി എനിക്ക് ആ കുരിശ് തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് തന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധ തേരും എനിക്ക് തന്നു. അത് സ്വീകരിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയണത്, ഞാൻ ശരിക്കും +2 വരെ അത്യാവശ്യം പള്ളിയിൽ സൺഡേ ക്ലാസ്സിലൊക്കെ മുടങ്ങാണ്ട് പോവുകയും സൺഡേ സ്കൂളിൻ്റെ ലീഡറൊക്കെ ആയിട്ടും പിന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും ജപമാലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അലസമായ രീതിയിലായിരുന്നു. എന്നാൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. യഥാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ്. അത് എനിക്ക് കാപട്യം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് തുടങ്ങി അമ്മ ജപമാല അങ്ങനെ മുടങ്ങാറില്ല വീട്ടിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്ര പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ജപമാലയ്ക്കെല്ലാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വന്നു. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ദിവസങ്ങളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കുറവ്, എന്തോ എന്നെ പിടിച്ചു വലിക്കുന്ന എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെ എനിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ആണെങ്കിലും ലേറ്റായിട്ടൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ വർക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടുതലും സിനിമകൾ, റീൽസ്, ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സോഷ്യൽ മീഡിയകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 ദിവസം കുർബാനയ്ക്ക് പോയി സ്വീകരിച്ചു. 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ പോകാൻ പറ്റണില്ല, എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം
വീട് മൊത്തം ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഉടമ്പടി പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വഴി തിരിയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ അമ്മേനോട് പറഞ്ഞു. അപ്പോൾ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാനും അമ്മേനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ അത് വന്നതിന് ശേഷം വീട്ടിൽ നമ്മുടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ എന്നോട് തോന്നുവാണ്. അപ്പോൾ ഞാനത് തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമൊക്കെ അതിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന് ശേഷം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് എനിക്ക് യോഗ്യത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ സാക്ഷ്യങ്ങളാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ വരുന്നതിനല്ല, അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കൃപാസനത്തിൽ വരുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കാനും നമ്മുടെ അമ്മ മാതാവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും എനിക്ക് യോഗ്യത ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരാഴ്ച എനിക്കൊരു സ്പിരിച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കുർബാന കാണാനും നല്ല ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കാണാൻ പോകാനും അതനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ പങ്കെടുക്കാനുമായിട്ട് സാധിച്ചു. എൻ്റെ ബർത്ത്ഡേയുടെ ആ മാസം, അതായത് ആഗസ്റ്റ് 1-ാം തീയതി എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തലേന്ന് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ ക്രമീകരിക്കുമായിരുന്നു. അതായത് പരിശുദ്ധ അമ്മ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 10-11 മണി അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് എണീക്കുന്നത് ഒക്കെ പോലും. അപ്പോൾ ആ സമയത്ത് അമ്മ 3 മണിയായപ്പോഴേക്ക് എന്നെ വിളിച്ചെണീപ്പിച്ചു. 3 മണിക്ക് എന്നെ വിളിച്ചെണീപ്പിച്ച് ട്രെയിൻ കയറി. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് എന്നോടിങ്ങനെ പറയുകയാണ്, എനിക്കത് കേൾക്കാം, അതായത് നീ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ എവിടെ ഇറങ്ങിയാലായിരിക്കും നിനക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയ സമയത്ത് നമ്മുടെ മാരാലിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി, അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കൃത്യമായിട്ട് എന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ക്ലാസ്സിൽ കയറി ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ഫുൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട രീതികൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ അമ്മേനെയും തിരിയൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളി ഇതായി. അപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മേനെ തന്നെയായിരുന്നു പിടിക്കാനായിട്ട്. അങ്ങനെ അമ്മേനെയും വഹിച്ചുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരം അമ്മ തന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നിയോഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തതിന് വന്നതിന് ശേഷം അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഡെയിലി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ഒരാൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാനകളൊന്നും മുടക്കണം എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, ഞാൻ ഒരു ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം നിലച്ച് പോണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എനിക്ക് വന്ന ചേഞ്ചസ് ഒക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കാണെങ്കിലും അത് ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം, ഇവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം അമ്മ റിയലൈസ് ചെയ്തു ഇവൻ കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീട്ടുകാർക്കും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളിക്കാനൊക്കെ ആണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു അലർജി പോലെ, ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ആ വിശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ആത്മീയമായിട്ടും നമുക്ക് കൂടുതൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ചൂടുവെള്ളമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുളിക്കുന്ന സമയങ്ങളിലെല്ലാം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച സ്കിന്നിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കൂടി അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 10 വർഷത്തോളമായിരുന്നു മൈഗ്രെയിൻ്റെയും അതുപോലെ ഈ അലർജിക്കായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നത്. അതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം. പിന്നെ വീട് പണി 13 വർഷമായിട്ട്, അതായത് വീടിന് മുകളിലേക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ ഒരു ആര് ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയണത്, എൻ്റെ ഭവനമല്ല ഇത് അമ്മ മാതാവും ഈശോയും ത്രിയേകദൈവവും വസിക്കുന്ന ഒരു ആലയമായിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അവിടെ ദാസനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് അവിടെ ഇട്ടത്. ഇന്ന് ഞാൻ ആഗ്രഹിക്കണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിന് പണി വിചാരിക്കുന്നതിനേക്കാൾ ഇതായിട്ടായിരുന്നു ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ സമയചുരുക്കത്തിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും ഞാൻ അവിടെ കാണുക തന്നെയാണ് ഉണ്ടായിരുന്നത്. അമ്മ മാതാവ് വഴി ഈശോ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മതിലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ പണി ഇതുപോലെ തന്നെ അമ്മ അത് ചെയ്യാനായിട്ട് അമ്മ തന്നെ ചെയ്തതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളവർ നമ്മൾ ഇറക്കിയാണ് പണിതെന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനില്ല. അപ്പോൾ അമ്മയും അപ്പച്ചനുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ സങ്കടം ഉണ്ടായി. കാരണം അതായത് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് കല്ല് വേറെ വെച്ച് നമ്മൾ പൊക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്, എടാ നീ വീട്ടിലിട്ട് പോകുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ആത്മീയതയ്ക്ക് എഗനസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഞാൻ ഈശോനോടും അമ്മേനോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അമ്മയും ഈശോയും തന്നെയാണ് പറയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യം ചോദിച്ചത് ജപമാല ചൊല്ലിയാർന്നു ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇല്ല ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ജപമാല ചൊല്ലാം, അതിനുശേഷം മാത്രം ബാക്കി കാര്യം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജപമാല പോലും ഉപേക്ഷിച്ച് വീടിൻ്റെ അകത്തിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനകളില്ലാണ്ട്, അതായത് ദൈവമില്ലാണ്ട് അമ്മ മാതാവും ഈശോയും ഒന്നും ഇല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റാത്ത ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താണ് ചെയ്തേക്കണം ഉടമ്പടി വഴി. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടമായി. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയം എന്ന് തുടങ്ങി അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലല്ലാണ്ട് അമ്മ ജപമാല താഴ്ത്ത് വെച്ചിട്ടില്ല. ആ അമ്മ ജപമാല എടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു.
അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് അമ്മ മാതാവ് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിയിട്ട് പള്ളികളിലും കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പള്ളി കൊടുത്ത സമയത്ത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരുന്നത്. പിന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ച് കിട്ടി. അപ്പോൾ പത്രം ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു യുവതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വന്നിടത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് ചോദിച്ചു. ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയണത് വിശുദ്ധിയോടുകൂടി ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ജീസസ് യൂത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിൽ അവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസായിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് നമ്മുടെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ, പിന്നെ യാചകർക്കായിട്ടും പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്ത സമയത്തുണ്ടായ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സമയത്ത് അത് കുറച്ച് റിജക്ഷൻസ് വരും. അപ്പോൾ റിജക്ഷൻസ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, അവർക്ക് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവരെ അവർക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പത്രം കൊടുക്കാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എനിക്കുണ്ടായേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ കവർ ചെയ്ത് പോയി. ആദ്യം ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ പോയേ. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ആ ചേച്ചിക്ക് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് ആ പത്രം തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ സമയങ്ങളിലെല്ലാം ഒരു നല്ല സാന്നിധ്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഇതേപോലെ തന്നെ ലോട്ടറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള മനോഭാവത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ ആ അമ്മച്ചി പറയണത്, എനിക്ക് നിൻ്റെ കയ്യിൽ പത്രം തരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കണമേ, ആയിരിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉടമ്പടിയോട് കൂടി അമ്മ മാതാവ് വഴി ഈശോ ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കൂല. ഞാൻ ട്രാവലിങ് ചെയ്യാറുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും കുർബാന സമയം ഒന്നും അറിയില്ല. പക്ഷേ അമ്മ മാതാവ് വഴി ഈശോ അവിടെയും എനിക്ക് എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ആരാധനയോടുകൂടി ജപമാലയോടുകൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ക്രമീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തോന്നി, മനസ്സിലൊരു വിഷമം തോന്നി, ചിലപ്പോൾ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കാണുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു ബുക്കും പേനെടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ എന്ത് കാര്യമാണ് അമ്മ ചെയ്ത് തെറ്റെന്നുള്ളത് ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയിട്ട് അതിൽ എപ്പോഴാണോ അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫേസ് തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി മാക്സിമം അന്ന് തന്നെ പോയി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങൾ ഞങ്ങളെല്ലാം വരും. പക്ഷെ എന്നിരുന്നാലും ആ സഹനത്തിലും അമ്മ മാതാവും ഈശോയും കൂടി കൈ ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സഹോദരനും ഒരു രോഗത്തിൻ്റേതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് സഹോദരൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് ദൈവം ഇടപെട്ട ഒരു
കാര്യമാണ്. അത് സഹോദരനായിട്ട് ഞാൻ വന്ന് ആ സാക്ഷ്യം കൂടി ഞാനിവിടെ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും നന്ദി. ഇനിയും ഉടമ്പടി തന്നെ ജീവിക്കാനും ഉടമ്പടിയോട് കൂടി ആയിരുന്നു കൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവൂദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഐസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 55-ാം അധ്യായം 3-ാം വചനമാണിത്. ദൈവത്തിൻ്റെ ഒരു ക്ഷണവും വാഗ്ദാനവുമാണിത്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു ശാശ്വതമായ ബന്ധം, ഒരു നല്ലൊരു ബന്ധം, അകന്നവരെ തൻ്റെ അടുക്കൽ വിളിക്കുന്ന കരുണയുടെ ഒരു ക്ഷണമാണ്. ദൈവവചനത്തിലൂടെ ആത്മീയ ജീവിതവും പുതുജീവനുമാണ് നമുക്ക് ലഭിക്കുന്നത്. ജെയ്സൺ ജോസഫ് എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വാക്ക് കേട്ട് ഒരു പുതിയൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ലൊരു മകൻ്റെ ഒരു സാക്ഷ്യമാണ്, ഒരു നല്ലൊരു ഉടമ്പടി സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകൻ നമ്മളോട് പങ്കുവച്ചത്. ആദ്യമായി ഈ മകൻ ഉടമ്പടി എടുക്കണമെന്ന് ഈശോയും അമ്മയും കാണിച്ചു കൊടുത്ത ഒരു ക്രമീകരിച്ചു കൊടുത്ത ഒരു സാഹചര്യമാണ്. വീട്ടിലുള്ള വീട്ടിലെ എല്ലാ സാധനങ്ങളും ക്ലീനാക്കുമ്പോഴാണ് അച്ഛൻ്റെ ഒരു പഴയ ഉടമ്പടിയുടെ പേപ്പർ ഇരിക്കുന്ന കണ്ടത്. ആ പേപ്പറിൽ കൂടെയാണ് ഈശോയും അമ്മയും ഈ മകന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെത്തുവാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. പിന്നീടാണ് ഈ മകൻ പറഞ്ഞ ഷെയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു വിശുദ്ധിയോടു കൂടിയുള്ള ഒരു ജീവിതം, ആത്മീയമായി വളരാനും നല്ലതുപോലെ മുന്നോട്ട് ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് ജീവിക്കാനുമുള്ള ഒരാഗ്രഹമാണ് ഈ മകൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതും. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. 10 വർഷം നീണ്ടു നിന്ന ഒരു മൈഗ്രെയിൻ്റെ ഒരു തലവേദനയുടെ ഒരു സൗഖ്യമാണ് ഈ മകന് ലഭിച്ചത്. പിന്നീട് മകനുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. അത് എപ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മകന് ഈ 2 രോഗസൗഖ്യങ്ങൾ ലഭിച്ചത്. പിന്നീടാണ് ഈ മകൻ്റെ ഒരു പൂർണ്ണമായ ഒരു വലിയൊരു വളർച്ച ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടി വന്നതിന് ശേഷമാണ് വിശുദ്ധ കുർബാന ഒരിക്കലും മുടങ്ങാതെ കൊണ്ടുപോകുവാനായി ഒരു ഉടമ്പടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കൃത്യമായി ഈ കുമ്പസാരിക്കാനും ആത്മീയ ജീവിതത്തിൽ ഒരു വലിയൊരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. ഈ മകൻ പറഞ്ഞത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ത്രിയേക ദൈവത്തിൻ്റെ ആലയമായ ഈ ആലയം അമ്മ പണിത് തരണേ എന്ന്. ഈ ഭവനം അമ്മയുടെയും ഈശോയുടെയും ദൈവത്തിൻ്റെയുമാണെന്ന്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ ആലയമാണ്, അമ്മ അത് പണിത് തരണം. ഈശോയും അമ്മയും എല്ലാം ഈ മകൻ്റെ പ്രാർത്ഥന കേട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോരുത്തർക്കും ഓരോ പത്രങ്ങൾ വിതരണം ചെയ്തത്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകൻ്റെ ശ്രമം. പലരും പല കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. എങ്കിലും വിശ്വാസം നഷ്ടപ്പെടാതെ സ്വന്തം ആത്മീയ ജീവിതത്തിൽ ഉറപ്പിച്ച് ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൻ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിക്കാം, ഉടമ്പടി ഒരു താൽക്കാലികമല്ല, സ്ഥിരമായ ഒരു ദൈവബന്ധമാണ്, ശാശ്വതമായ ഒരു ബന്ധമാണ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ക്ഷമയുടെ ഒരു കൃപയാണ്, ഒരു ക്ഷണമാണ് ഈശോയും അമ്മയും ഈ ആലയത്തിൽ നിന്ന് നമുക്ക് തരുന്നത്. വില കൊടുക്കാതെ ലഭിക്കുന്ന ആത്മീയ സമൃദ്ധിയിലേക്കുള്ള ഒരു ക്ഷണം, ഒരു ഉൾവിളി ആണ് നമുക്ക് ലഭിച്ചത്. ദൈവവചനം കേട്ട് നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഒരു പുതുജീവൻ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും പരാജയപ്പെട്ടിരുന്നില്ല. ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കും ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസം അർപ്പിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ജെയ്സനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ തിരുക്കുമാരന് 1000 നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു.
മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ള ഒരു ചേച്ചി കൊണ്ടുവരികയും ഞാൻ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി. മെഡിക്കൽ ചെയ്ത് മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 എന്നായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 എന്നാണ് സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3ാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈമായിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. 6ാമതായി ഞാൻ വച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്കിഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു. ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് BScയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു. അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HR എന്നോട് പറഞ്ഞു ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു
നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടിയെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കൊയറി COPD എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്നൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനിട്ടാന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു. പക്ഷേ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല. പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും കാണത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവരുടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് കൊണ്ടേ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്. ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. സങ്കീർത്തനം 69:13 ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രയാസകാലത്തും എല്ലാ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സമയം പരിപൂർണമായ സമയമാണ്. അവിടുത്തെ കരുണയും വാത്സല്യവും സ്നേഹവുമാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സഹായം വൈകിയേക്കാം. അങ്ങനെ തോന്നുമ്പോഴൊക്കെ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പല പ്രാവശ്യവും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഈ മകളെ കൈ പിടിച്ച് കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നീക്കുന്നതാണ് കാണുന്നത്. 2 പ്രാവശ്യം മെഡിക്കലിൽ അൺഫിറ്റായിരുന്നു.
പിന്നീട് ഈശോയും അമ്മയെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾക്കതെല്ലാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് നീക്കുവാൻ സാധിച്ചു. കുവൈറ്റിലെ ലൈസൻസും വീട് വെക്കാനുള്ള ഒരാഗ്രഹവും അത് അമ്മയ്ക്ക് വെച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴാണ് ഭവനം എന്നൊരാഗ്രഹം മനസ്സിൽ വന്ന് പ്രാർത്ഥിച്ചു. സാധിക്കുമെന്ന് തോന്നിയുന്നില്ല. പക്ഷെങ്കിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമാണെന്ന് കരുതുന്നതാണ് ഈശോ പലപ്പോഴും നമുക്ക് സാധ്യമായി കാണിച്ചു തരുന്നത്. ആ ഭവനമാണ് മകള് അല്പം വിശ്വാസം കുറവായിരുന്നു, ലഭിക്കുമോ ഇല്ലയോ എന്ന്. എങ്കിലും ആ ഭവനവും വിശ്വാസം നഷ്ടപ്പെട്ട സമയത്തും മകളെ വിശ്വാസം കൂട്ടി കൊടുക്കുവാനായിരിക്കാം അമ്മ അതും നടത്തി കൊടുത്തു. ഈ മകളുടെ ഓരോ ജീവിതത്തിൻ്റെ ഘട്ടത്തിലും നമ്മൾ കാണുന്നുണ്ട്. ആരാധന സമയത്തും അച്ഛൻ പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോഴും ഈ മകൾ അതുപോലെ ചെയ്തു. അതുകൊണ്ടാണ് ഈ മകൾക്ക് ടിക്കറ്റും എല്ലാം ആ സമയത്ത് തന്നെ, പറഞ്ഞ സമയത്ത് തന്നെ അമ്മ മാതാവ് ഈശോയെ നേടിക്കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന, ശ്രദ്ധിക്കുന്ന ഈ അമ്മയും ഈശോയും നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നത്. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈശോയ്ക്കും അമ്മയും അവരുടെ ഇഷ്ടമനുസരിച്ച്, അവരുടെ ഹിതമനുസരിച്ച് അവരുടെ സമയത്ത് അവർ നമുക്ക് രക്ഷ നൽകും, നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എന്നെ സഹായിക്കണമേ എന്നുള്ള ആ വിളിയും പ്രാർത്ഥനയുമാണ് ദൈവം കേൾക്കുന്നത്. ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ കരുണാമയനായ അങ്ങ് ഉചിതമെന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഡെൽനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു